നോർമലി നമ്മൾ വീഡിയോസിന്റെ ഇൻട്രൊഡക്ഷനിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്ക് അല്ലെങ്കിൽ ഡിന്നർ അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഡെസേർട്ട് ആയിട്ടും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ്. ഇത് ഞാൻ ഒന്ന് രണ്ട് റീൽസിലൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഇതൊരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് ഞാനിവിടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ബ്രെഡ് എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ നോർമലി എങ്ങനെയാണോ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരെണ്ണം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മളിവിടെ ഇത് ലെയർ ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ബ്രെഡിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ബ്രെഡിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ലെയർ കൂടും, അത്രേ ഉള്ളൂ. അല്ലാതെ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ല. ബ്രെഡ് എല്ലാം ടോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഞാൻ ലാസ്റ്റ് ബ്രെഡിന്റെ മേലെയായിട്ട് ഇതുപോലെ പഴം സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാലിപ്പൂവനോ നേന്ത്രപ്പഴോ ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ മേലെയായിട്ട് അടുത്ത ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഇതേ പ്രോസസ് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ബ്രെഡിന്റെ മേലെ നമ്മൾ പഴം വെച്ച് കൊടുക്കുന്നില്ല. ലാസ്റ്റ് ബ്രെഡിന് മേലെയായിട്ട് ഞാനിവിടെ കുറച്ച് പാലിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് ഒരു പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാലിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പാല് ചേർത്ത് കൊടുത്താലും മതി. ചേർത്ത് കൊടുത്ത പാല് ബ്രെഡിൽ അബ്സോർബ് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാലും കൂടെ അബ്സോർബ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ വീഡിയോ